ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 5 ഡേയ്സ് ഹെയർ കെയർ റുട്ടീൻ്റെ ഭാഗമായിട്ടുള്ള 3rd ഡേ നമ്മൾ എന്തെല്ലാം ചെയ്യുമെന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ ടോണറാണ്. നമുക്ക് ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറന്നുപാട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു നാച്ചുറൽ ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ടോണർ ഉണ്ടാക്കാൻ വെറും 5 ഐറ്റംസ് വേണ്ടു ഞാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു അലോവേരേൻ്റെ ഒരു തണ്ട്. അലോവേര നമ്മളെ ഹെയറിന് ഏറ്റവും നല്ല സാധനമാണ്. എല്ലാ ഹെയർ ഗ്രോത്തിൻ്റെ റുട്ടീനിലും കാര്യങ്ങളിലും ഞാൻ കണ്ടുവരുന്നൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ ഒരു അലോവേര. അത് നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ നമ്മുടെ ഹെയറിനായിക്കോട്ടെ എല്ലാത്തിനും വളരെ വളരെ നല്ലതാണ് ഈ അലോവേര. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു തണ്ടാണ്. ഇത് മതിയാവും ഗൈസ്, ഇത് മതിയാവും. സെക്കൻഡ് നമുക്ക് വേണ്ടത് വേപ്പില. ഈ ഒരു കുറച്ച് മതി, കുറച്ച് വേപ്പില വേണം. പിന്നെ നമുക്ക് വേണ്ടത് ആര്യവേപ്പ്. ആര്യവേപ്പ് വേണം. അതുപോലെ തന്നെ നമുക്ക് തുളസി വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ ഒരു ഗ്ലാസ് മതി. ഈ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ വെള്ളം ഇതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ കഴുകി എടുത്തിട്ടുള്ള നേരത്തെ ഞാൻ കാണിച്ചെന്ന ഇലയും അതുപോലെ തന്നെ കറ്റാർ വാഴ ഇലയാണ്. അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഈ ഒരു ഇലേൻ്റെതും അതുപോലെ കറ്റാർ വാഴേൻ്റെ ഇല സത്ത് ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ചേർന്നിട്ട് നല്ലോണം ഇതൊന്ന് തിളച്ച് വരണം. തിളച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണല്ലോ ഇതിൽ ചേർത്തേ. അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ആവുന്ന വരെ നമ്മളിങ്ങനെ തിളപ്പിക്കാൻ വിട്ടുകൊടുക്കണം. അപ്പം ഞാൻ വീഡിയോയിൽ പറയാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചായപ്പൊടി. ഈ ഒരു ചായപ്പൊടിയും കൂടി നമ്മൾ ഈ ഒരു വെള്ളം തിളക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയത് ഇത്രയാണ്. ഇതൊരു അര ഗ്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ ഒരു അര ഗ്ലാസ് തന്നെ ധാരാളമാണ്. നമുക്ക് ഒരാഴ്ച അല്ല യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്കിത് മതി. അപ്പം ഇത് നമ്മൾ തലയിൽ നല്ലോണം മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി. ഈ ഒരു ടോണർ നമുക്കിപ്പം ഏത് സീസണിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. മഴക്കാലത്തും വേനൽക്കാലത്തും തണുപ്പ് കാലത്തും ഒന്നും പ്രശ്നമില്ല. ചിലർക്ക് ഈ ഒരു മഴക്കാലത്തല്ല ഇങ്ങനത്തെ ടോണറും കാര്യങ്ങളും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് തലവേദനയും തണുപ്പും അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. പക്ഷേങ്കിൽ ഈ ഒരു ടോണർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് കുറച്ചൊരു മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുത്തിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ ഒരു നാച്ചുറൽ ടോണർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം, യൂസ് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.